എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതലും ഡേ ഇൻ മൈ ലൈഫാണ് കാണാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പുതിയ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. 2 ഷെയ്ഡ് മിക്സ് ആക്കിയിട്ട് ഇട്ടതാണ്. ഇന്ന് ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് വന്നത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നോർമലായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും ഇട്ട് നിൽക്കുന്ന ഒരാളല്ല കേട്ടോ. ആ ഹെയർ കട്ട് പഠിക്കാനായിട്ട് കൊണ്ടുവന്ന ഡമ്മിയാണ്. ഇതുവരെയായിട്ട് ഞാൻ തൊട്ടിട്ടില്ല. എക്സാം ഇത് ഇവിടെ മൂർധന്റെ ഗതിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഡമ്മി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആനിലേക്ക് ഭയങ്കരമായിട്ട് ഹെയർ സ്റ്റൈൽ പ്രാക്ടീസ് ചെയ്യലായിരിക്കും. അതുകൊണ്ട് ഞാനെടുത്തിന് മുകളിൽ വെച്ചതാണ്. മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലീനിങ്ങിന് മുന്നേ ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് കരുതി. അമ്മ തുണി മടക്കി വെക്കുന്ന സമയമാണെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സ് ഏതിൻ്റെങ്കിലും സൈഡിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് ചെയ്യുക. മുകളിൽ വരുന്ന ഭാഗത്ത് ഞാൻ സാധാരണയായിട്ട് മക്കളെ പാൻറ്റീസാണ് വെക്കാറ്. അതാണല്ലോ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇടക്കിടക്കേ കച്ചു മൂത്രം ഒഴിക്കുന്നുള്ളത് ഇടക്കിടക്കേ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മുകളിൽ എപ്പോഴും പാൻറ്റീസാണ് വെക്കാറ്. അതാകുമ്പോൾ എന്നോടായിരിക്കും ചോദിക്കാണ്ട് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് കൊടുക്കാമല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടിയ ഇതൊക്കെ അടുക്കി വെക്കലാണ് എൻ്റെ ജോലി കേട്ടോ. അപ്പോൾ കച്ചു ആലി നല്ല കളിയായതുകൊണ്ട് ഞാൻ അതൊന്നും ഒടുക്കി പെറുക്കി വെക്കാനായിട്ട് പോവാന്ന്. ഈ ഒരു ടേബിളിൻ്റെ മുകളിൽ എൻ്റെ സാധനങ്ങൾ മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. പിന്നെ ആലിക്കുട്ടി കിടക്കൊരു അവളുടെ സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാറുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയാലും അവൾ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുവേ. അവളെ ബുക്കും കാര്യങ്ങളൊക്കെ എത്ര അടുക്കി പെറുക്കി വെച്ചാലും അവൾ നടക്കുന്നതിനനുസരിച്ചിട്ട് ആ ബുക്കും അവളൊന്ന് ചെന്നെ പോകും. കഴുകിയുടെ തുണികൾ നമ്മൾ അകത്തേക്ക് എടുക്കുന്നതിന് മുന്നേ മടക്കി ഒതുക്കി വെക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ പിന്നെ ആ പണി കഴിഞ്ഞ് കിട്ടുമില്ലേ. പിന്നെ അത് നാളെ ചെയ്യാം അവിടെ തന്നെ പെൻഡിങ് ആയിട്ട് കിടക്കും കേട്ടോ. ആ പണി പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കുന്നതിനേക്കാളും ബെറ്റർ അപ്പം ചെയ്യുന്നത് തന്നെയാണ്. തുണികളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ നമ്മളെ റൂം ഇതാ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ മൂക്കൊന്ന് കെട്ടിവെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബെഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെയല്ല ഉണ്ടായിരുന്നതും എല്ലാം മാറ്റിയിട്ടിട്ടുണ്ട്. പൊടി കയറിയെന്ന് കണ്ടാൽ ഞങ്ങൾ മൊത്തം മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. എനിക്കൊക്കെ അലർജി ഉള്ളൊരു പ്രശ്നമുണ്ട്. എൻ്റെ മിക്ക വീഡിയോസിനും കമൻറ്റ് വരാറുണ്ട് പൊടി അടിച്ച് അലർജി വരണ്ട, മൂക്ക് കെട്ടി വെക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് അലർജി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ വീഡിയോസ് എടുക്കുന്ന സമയത്തൊക്കെ ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ പൊടി അടിച്ചിട്ട്. അപ്പോൾ ഞാനിത് മൂക്കൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും അലർജീൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ വീട് വൃത്തിയിടായെന്ന് തോന്നുന്ന സമയത്ത് കട്ടലൊക്കെ പിടിച്ച് മാറ്റിയിട്ട് മൊത്തം ക്ലീൻ ചെയ്യാറുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇപ്പോൾ 1 വീക്ക് ആവുന്നത്രേ. അതുകൊണ്ട് തന്നെ കട്ടിൻ്റെ അടിയിലൊക്കെ പൊടിയൊക്കെ കുറവാണ്. നമ്മുടെ ഒരു റൂം മൊത്തമായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് കിടക്കാം. അടുത്ത റൂമാണ് യുദ്ധം ചെയ്ത കണക്കിനുണ്ട്. ഞാനും കച്ചു ആലിയും കിടക്കുന്ന റൂമാണ്. അത് തന്നെ ഞാൻ എന്താ ബെഡൊന്ന് റെഡിയാക്കി ഇടുന്നുണ്ട്. ബെഡിൽ തുണികളൊക്കെ ഒന്ന് മാറ്റിയിടാന്ന് കരുതി. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള സമയത്ത് ഞാൻ ബെഡൊക്കെ എടുത്ത് പുറത്ത് വെയിലത്തിടാറുണ്ട്. നല്ല വെയിലുള്ള സമയത്തേ ഇടാറുള്ളൂ. ഇപ്പോൾ വരുന്ന ബെഡൊക്കെ എടുത്ത് പുറത്തിടണമെങ്കിൽ ഒരു 10 ആൾ പിടിച്ചാലും പൊങ്ങാതെ അത്രയും വെയിറ്റുള്ള ബെഡാണ് ഇപ്പോഴൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ പണ്ടത്തെ സാധാരണ വീടായതുകൊണ്ട് പണ്ടത്തെ സാധനങ്ങൾ തന്നെയാണ് ഇപ്പോഴും വീട്ടിലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പൊക്കാനുള്ള വെയിറ്റ് നമ്മളെ വീട്ടിലുള്ള ബെഡിനൊക്കെ ഉള്ളൂ. ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ എന്താ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ചാർജ് തീർന്നിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ചാർജ് ആക്കാനായിട്ട് പോവാന്ന്. അഥവാ രാത്രി കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. കച്ചും ആലിയും ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് അവർ തീരെയും കിടക്കില്ല. സാധാരണ ചാർജറിലാണ് ഞാൻ ചാർജ് ചെയ്യാനായിട്ട് വെക്കാറ്. എനിക്ക് ഈ സാധനം ഉള്ളതുകൊണ്ട് എത്രത്തോളം ഉപകാരമാണെന്ന് പറഞ്ഞാൽ തീരില്ല കേട്ടോ. ഇപ്പോൾ പുറത്തേക്ക് പോവാന്നെങ്കിലും കച്ചുവിനും ആലിക്കും ചൂട് സഹിക്കാൻ പറ്റാതെ 2 ആൾക്കാരാണ്. അവർക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുള്ളതുകൊണ്ട് വളരെ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ചാർജ് ആക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആലിക്കും കച്ചുവിനും എത്തിപ്പിടിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ അത് ആലി എടുത്ത് നടന്നോളും കേട്ടോ. ആലിൻ്റെയും കച്ചുവിൻ്റെയും നടുക്കാണ് ഞാൻ കിടക്കാറ് കേട്ടോ. അപ്പോൾ ആലി വീഴുന്നത് ഞാൻ ഇതുപോലെ ബെഡൊന്ന് പൊക്കിയിട്ട് തലയാണ അടിയിൽ വെച്ച് കൊടുക്കാറാണ്. ഇത് എൻ്റെ ഡെലിവറിയുടെ സമയത്ത് വാങ്ങിച്ചൊരു ബോക്സാണ്. ആ സമയത്ത് ഞാൻ കുട്ടികളുടെ തുണികളാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ആലിയും കച്ചും മൂത്രം ഒഴിക്കുന്നതുകൊണ്ട് ബെഡിൽ ഒരു പഴയ മാക്സികൾ ഇങ്ങനെ വിരിച്ചിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മടക്കി വെക്കുക. ഇത് ഞങ്ങൾ അമ്മക്ക് ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് ആലിക്ക് ഡമ്മി ഫോൺ അവിടെ നിന്ന് കൊടുത്തതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഒരുപാട് തവണ വീണിട്ടുണ്ട് അവളുടെ കയ്യിൽ നിന്ന്. ഇതുവരെയായിട്ടൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ട് ബാക്കിലൊരു ക്രാക്ക് വന്നതുപോലെയുണ്ട്. എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു സ്വഭാവമാണ് കേട്ടോ.
നീ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് സ്വയം തോന്നി ഞാൻ ചെയ്യും, പക്ഷേങ്കിൽ അതിനൊരാൾ നല്ല അഭിപ്രായം പറയുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും, അത് ഒരാൾ പോലും നല്ലത് പറയുന്നില്ല, പിന്നെ നമ്മളതിൽ ചെയ്തതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ഇവിടുന്ന് അമ്മയോട് പറയാറുണ്ട്, ഞാനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് അങ്ങനെയും ഒരു അഭിപ്രായം പറയണമെന്ന്. ഇപ്പോൾ വീട് ക്ലീൻ ചെയ്യുന്നതായാലും നമ്മൾ ഫുഡ് വെക്കുന്നതാണെങ്കിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും വെക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിന് നന്നായിട്ടുണ്ടെന്ന് ഒരു വാക്ക് പറയുമ്പോൾ അത് നമുക്ക് എത്രത്തോളം സന്തോഷം തരുന്ന കാര്യമാണെന്ന് അത് ഈ പറയുന്നവർക്ക് അറിയണമെന്നില്ല. അപ്പം ഞാനിതാ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ടേ. പണ്ടത്തെ മിക്ക വീടുകളിലും ഇതുപോലൊരു അലമാര ഉണ്ടാവും കേട്ടോ. എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി നറിക്കുന്നതും ഈ ഭാഗത്ത് തന്നെയാണ്. അപ്പൊ ഞാനിതാ എൻ്റെ സാധനങ്ങളും അമ്മേൻ്റെ സാധനങ്ങളും ഒക്കെ വെക്കുന്നത് ഇവിടെയാണ്. ക്ലീനിങ്ങിന്റെ സമയത്ത് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നന്നായിട്ട് വൃത്തിയേടായിട്ട് കിടക്കുന്ന ഒരു ഭാഗവും കൂടിയാണ്. ഇതിനെ ഒരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് മിനുക്കപ്പടിയൊക്കെ നടത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. ആൻലിക്കുട്ടീൻ്റെ ഭാഗം ഇതാ കളറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു സാധനങ്ങളും വെക്കുന്നതും ഇഷ്ടമല്ല കേട്ടോ. അവളെല്ലാം മൊത്തം താഴെ ഇതുപോലെ ഒന്ന് വലിച്ചിടും. ഡെയിലി ഇതുപോലെ എനിക്ക് ഇതിന്റെ അടിഭാഗം ക്ലീൻ ചെയ്യാനും ഉണ്ടാവേ. എനിക്കുള്ളൊരു ശീലമാണ് കേട്ടോ ഈ ചൂല് കാല് വെച്ചെടുക്കുന്നത്. എനിക്കൊന്ന് ഇത് ഞാൻ റീൽസായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. കുനിഞ്ഞെടുക്കാനുള്ള മടി കൊണ്ട് മിക്ക ആൾക്കാരും ചെയ്യുന്നത് തന്നെയാണെന്ന് തോന്നുന്നല്ലേ ഇത്. ഈ ഒരു ക്ലീനിങ് വീഡിയോ മാത്രം ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് മടുപ്പ് വരും എന്നറിയാം. അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോസിൽ ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോസ് കൂടി ആഡ് ചെയ്യുന്നതാണ്. വേസ്റ്റ് കളയുന്ന സമയത്ത് തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ വേറെ, പ്ലാസ്റ്റിക് കവർ വേറെ, അങ്ങനെയൊക്കെ എടുത്ത് മാറ്റി വെക്കാറുണ്ട്. പഞ്ചായത്തിന് പിന്നെ ആൾക്കാർ വരുന്നുണ്ടല്ലോ. വരുന്ന സമയത്ത് പരതി നടക്കണ്ടെന്ന് കരുതിയതാ കയ്യോടെ ആ പരിപാടി അങ്ങ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്ന കിച്ചണിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുക്കിംഗ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. പണിയൊക്കെ കഴിയുമ്പോഴേക്കും കച്ചൂത ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ നേരെ കച്ചൂരെ നെയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. പിന്നെ അതിന്റെ തിരക്കുകളൊക്കെ ആയി. ഞങ്ങളൊരിക്കലും പിന്നെ പിള്ളേരെ ഒരിക്കലും അതിൻ്റെയൊക്കെ തിരക്കായി. പിന്നെ വീഡിയോസ് എടുക്കലൊക്കെ ടാസ്ക് ആയിരുന്നു. പിന്നെ ഞങ്ങളത് ഒരുങ്ങി പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ വീഡിയോസിന് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ കമൻസ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കുറച്ച് ആൾക്കാർ നേരിട്ട് കണ്ടിട്ടാകുമ്പോൾ വന്ന് സംസാരിക്കുന്നവരും ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കുമ്പോൾ. പിന്നെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് ഇഷ്ടമാവണമെന്നില്ലല്ലോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിയാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.